നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ 10 മണിക്കൂർ ചെളിയിൽ പുതഞ്ഞുകിടന്ന അരുൺ ഇന്ന് അതിജീവനത്തിന്റെ പ്രതീകമാണ്. മരണത്തെ മുന്നിൽ കണ്ട് കുതിച്ചെത്തിയ വെള്ളത്തിലും ചളിയിലും മൺകൂനയിലും പുതഞ്ഞ് കഴുത്ത് മാത്രം പുറത്തേക്കിട്ട് രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അരുൺ ജീവിതത്തിലേക്ക് കരകയറിയത്. ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും മറ്റും തകർത്തുകൊണ്ട് ഒഴുകിയെത്തിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ അരുണിനെ നെഞ്ചോട് ചേർത്ത് ശരീരത്തിൽ കെട്ടി ജീവിതത്തിലേക്ക് പൊക്കിയെടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിബിൽ ദാസ് ആയിരുന്നു. രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായി രക്ഷപ്പെടുത്തിയ അരുൺ ആശുപത്രിയിൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. ഇരു കാലിനും ദേഹവാസകവും മുറിവേറ്റതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഒരാളെങ്കിലും തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ചെളിയിൽ കിടന്ന മണിക്കൂറുകളോളം കൂകി വിളിച്ചുവെന്നാണ് അരുൺ ഓർമ്മിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. ഒഴുകുന്ന ചെളിക്കൂനയിൽ കഴുത്തിനു മുകളിലുള്ള ഭാഗം മാത്രമായിരുന്നു പുറത്തേക്കുണ്ടായിരുന്നത്. ആരെങ്കിലും കണ്ടാൽ മതിയെന്നായിരുന്നു. രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷയുമുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് പിടിച്ചു നിന്നത്. ചെളിയിൽ മൂടി നിൽക്കുന്ന സമയത്ത് ശ്വാസമെടുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. തോറ്റുകൊടുക്കരുതെന്ന് മാത്രം മനസ്സിലുറപ്പിച്ച മനസ്സൊരുക്കിയാണ് പിടിച്ചു നിന്നതെന്നും അരുൺ പറയുന്നു. തല മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള അരുണിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയായിരുന്നു. വളരെ ശ്രമപ്പെട്ടാണ് ഫയർഫോഴ്സ് സംഘം അരുണിനെ രക്ഷപ്പെടുത്തിയത്. ഈ സംഭവത്തെക്കുറിച്ച് അരുണിന്റെ രക്ഷകൻ നിബിൽ ദാസിനും പറയാനുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് സുൽത്താൻ ബത്തേരിയിലെ സ്റ്റേഷൻ ഓഫീസറായ നിതീഷ് സാർ ഒരാൾ ചെളിയിൽ അകപ്പെട്ട് കിടപ്പുണ്ടെന്ന് പറയുന്നത്. ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു. മുണ്ടക്കൈ UP സ്കൂളിന് സമീപമായിരുന്നു സംഭവം. കുത്തിയൊലിച്ച് പുഴ ഒഴുകുകയാണ്. ദൂരെ നിന്ന് ഒരാൾ ദേഹമാസകലം ചെളിയുമായി കൈ ഉയർത്തി കാണിക്കുന്നതും കാണാമായിരുന്നു. പക്ഷേ പുഴ മുറിച്ച് അയാളുടെ ഭാഗത്തേക്ക് പോകാൻ സംവിധാനങ്ങളൊന്നുമില്ല. കണ്ടപ്പോൾ തന്നെ വലിയ ഭയം തോന്നിയെന്ന് പറയുന്നതാകും സത്യം. അങ്ങനെയൊരു കാഴ്ചയായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്നത് ദുഷ്കരമാണെന്ന് അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങിയാൽ നമ്മൾ മുങ്ങിപ്പോകുമെന്ന സ്ഥിതിയാണ്. പാലം കിട്ടാനായി ഞങ്ങൾ മരം മുറിച്ചിട്ട് ഒരു ശ്രമം നടത്തി. എന്നാൽ കുത്തിയൊലിച്ചൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലിനൊപ്പം മരവും ഒലിച്ചുപോയി. എങ്ങനെ അയാൾക്ക് അരികിലേക്ക് എത്താമെന്ന് പലതവണ ചിന്തിച്ചു. ഒടുവിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏണി അവിടേക്ക് കൊണ്ടുവന്നു. ഏണിയിലൂടെ പതിയെ ഞങ്ങളുടെ സംഘം ചെറുപ്പക്കാരനെ ലക്ഷ്യമാക്കി നടന്നു. 1-2 രക്ഷാപ്രവർത്തകരും ഞങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ യുവാവ് കിടക്കുന്നതിന് 20 മീറ്റർ അരികെ ഞങ്ങളെത്തി. എന്നാലും അവിടെ എത്തുന്നത് അല്പം പ്രയാസകരമായിരുന്നു. പലരും അരുണിനെ രക്ഷിക്കാനായി അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം നെഞ്ചത്തൊരു കയർ കെട്ടി 2 വഴി ഇരു കൈകളിലും കുത്തിപ്പിടിച്ചു. കയറിൽ ആഞ്ഞു പിടിച്ചോളണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. വസ്ത്രം അഴിച്ചുമാറ്റി ജാക്കറ്റ് മാത്രം ധരിച്ചു. ശരിക്കും മരണം മുന്നിൽ കണ്ടാണ് അവന്റെ അരികിലേക്ക് എത്തിയത്. നീന്താനൊന്നും പറ്റില്ലായിരുന്നു. കാരണം വെള്ളമല്ല, ചെളിയാണ് മുഴുവൻ. ചെളി കാലിൽ പുതഞ്ഞാൽ പിന്നെ നീന്താൻ കഴിയില്ലല്ലോ. മരത്തടികൾ അടക്കം പല വസ്തുക്കളും പുഴയുടെ അടിയിലുണ്ട്. ഇതെല്ലാം കൊണ്ട് കാലയ്ക്ക് മുറിഞ്ഞിരുന്നു. അവനെ കയ്യിലെടുക്കുമ്പോൾ കണ്ണും കാലുമൊക്കെ മുറിഞ്ഞിരുന്നു. വിശാൽ സാർ അദ്ദേഹത്തിന്റെ ജാക്കറ്റ് ഊരിത്തന്നു. ആ ജാക്കറ്റാണ് അവനെ ധരിപ്പിച്ചത്. തിരികെ അവനെ കൊണ്ടുവരുന്നതും ഏറെ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ശരീരത്തിന് പുറത്ത് അവനെ കിടത്തി വലിച്ചാണ് ഇപ്പുറത്തേക്ക് എത്തിച്ചത്. ഒടുവിൽ പാറയോട് അവനെയും എന്നെയും അടുപ്പിച്ചു. രക്ഷാദൌത്യത്തിനിടെ പരിക്ക് പറ്റിയ നിബിൻ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ വിട്ടിരുന്നു. അരുൺ ആശുപത്രി കിടക്കിൽ നിന്ന് നന്ദി പറയാൻ 2 തവണ നിബിനെ വിളിച്ചിരുന്നു. അരുണിന്റെ അമ്മ വീഡിയോ കോളിൽ വിളിച്ച് തന്റെ മകനെ രക്ഷിച്ച മനുഷ്യനെ കണ്ട് പൊട്ടിക്കരഞ്ഞു. ഇന്ന് നാട്ടിലും നിബിനെ തേടി അഭിനന്ദന പ്രവാഹമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.